കാരിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അതായത് പഴയ ഒരു ടെസ്റ്റാണ് കാരിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് റോബർട്ട് കോച്ചാണ്. ഓക്കെ, ഈ ടെസ്റ്റിൽ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്ന സിൽക്ക് അല്ലെങ്കിൽ കാറ്റ് ഗട്ട്, അതൊക്കെ എന്താണ്, ഈ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മൈക്രോ ഓർഗാനിസം നമ്മൾ ഒരു ലിക്വിഡ് കൾച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മൈക്രോ ഓർഗാനിസത്തിനെ വെച്ച് ഒരു ലിക്വിഡ് കൾച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ദെൻ ആ ലിക്വിഡ് കൾച്ചർ ഉപയോഗിച്ച് കണ്ടാമിനേറ്റ് ചെയ്ത സിൽക്ക് ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കാരിയറായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ കാരിയർ എന്ത് ചെയ്യുന്നു, എന്നിട്ട് നമ്മളത് ഡ്രൈ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഡിസിൻഫെക്റ്റൻറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ഇത്ര ഒരു ഇന്ന ടൈമിൽ വെച്ചിട്ട് ഇത് ഓരോന്നിനും എക്സ്പോഷർ ചെയ്യും. ആഫ്റ്റർ എക്സ്പോഷർ ഇതെന്ത് ചെയ്യുന്നു, ന്യൂട്രിയൻ ഗ്രോത്തിനകത്ത് വെച്ച് നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുന്നു. ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റ് ടെസ്റ്റ് ചെയ്ത് നല്ല ഡിസിൻഫെക്റ്റൻ്റ് ആണ്, അത് ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. മിനി ഗ്രോത്ത് ഉണ്ടായാൽ അതെന്താണ്, കൊള്ളത്തില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കാരിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ കാരിയർ ടെസ്റ്റിനകത്ത് നമ്മൾ കോൺസെൻട്രേഷൻ, ഡിസിൻഫെക്റ്റൻറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും, അതുപോലെ തന്നെ നമ്മൾ എത്ര സമയം അത് ആ ഡിസിൻഫെക്റ്റൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ഡിസിൻഫെക്റ്റൻറ്റ് ഒഴിച്ച് വെച്ചു, ആ ഒരു ടൈമും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡിസിൻഫെക്റ്റൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാവും. ദെൻ അത് എത്രമാത്രം കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത്, ദ നമ്പർ ഓഫ് ബാക്ടീരിയ ഡ്രൈഡ് ഓൺ എ കാരിയർ ഈസ് ഹാർഡ് ടു സ്റ്റാൻഡർഡൈസ്. അതായത് കാരിയറിനകത്ത് ഡ്രൈ ആയിപ്പോയ എത്രമാത്രം ബാക്ടീരിയ ഡ്രൈ ആയിപ്പോയി എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ കാരിയറിനകത്ത് എത്രമാത്രം ബാക്ടീരിയ നമുക്ക് ഡ്രൈയിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഡ്രൈയിങ്ങിൻ്റെ സമയത്ത് സർവൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഒഫീഷ്യൽ അനലിറ്റിക്കൽ കെമിസ്റ്റ്, AOAC എന്ന് പറയുന്നത്, ഇതൊരു കാരിയർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇത് നമ്മൾ യൂസ് ചെയ്ത ഓർഗാനിസം എന്ന് പറയുന്നത് സാൽമോണല്ല, സ്റ്റെഫിലോകോക്കസ് ഓറിയസ്, സ്യൂഡോമോണസ് എയറോജിനോസ എന്ന് പറയുന്ന കുറേ ഓർഗാനിസംസ് ആണ്. കാരിയേഴ്സായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ സിലിണ്ടേഴ്സ് ആർ നമ്മൾ കാരിയേഴ്സായിട്ട് യൂസ് ചെയ്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സിലിണ്ടേഴ്സാണ്. ദെൻ അത് ക്ലീൻഡ് ആയിട്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കൂൾഡ് ആൻഡ് ഇനോക്കുലേറ്റഡ് വിത്ത് എ ടെസ്റ്റ് ഓർഗൻസ്. അതായത് ആദ്യം നമ്മളത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തെടുത്ത ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സിലിണ്ടറാണ്. ദെൻ അതിനകത്തേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗാനിസം എന്ത് ചെയ്തു, ഒഴിച്ചു. അതെങ്ങനെയാണ് ഇനോക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ബൈ ഇമേഴ്സിങ് ഇൻ വൺ ഓഫ് ദി കൾച്ചർ സസ്പെൻഷൻ. അതായത് ഞാനിപ്പോൾ ഒരു കൾച്ചർ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സാൽമോണല്ലയുടെയോ സ്റ്റെഫിലോകോക്കസ് ഓറിയസിൻ്റെയോ ഏതിൻ്റെയും ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു കൾച്ചർ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദെൻ ആ കൾച്ചർ സസ്പെൻഷനിലേക്ക് ഞാൻ നല്ല ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തെടുത്ത ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സിലിണ്ടർ അതിനകത്തേക്ക് മുക്കിയെടുത്തു. അങ്ങനെ മുക്കിയെടുക്കുമ്പോഴത്തേക്കും ഈ ഓർഗാനിസം ഇതേ പറ്റി പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഇനോക്കുലേറ്റ് ചെയ്തെടുത്തു. ദെൻ ആ സിലിണ്ടേഴ്സ് ഒരു ഫിൽറ്റർ പേപ്പറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ഓഫ് ചെയ്തെടുത്തു. ദെൻ അത് 37 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് വെച്ചു. എന്നിട്ട് എക്സ്പോഷർ ടു ദി യൂസ് ഡയലൂഷൻ ഓഫ് ദി ഡിസിൻഫെക്റ്റൻറ്റ് ഫോർ 10 മിനിറ്റ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡ്രൈ ചെയ്തെടുത്തു. ദെൻ 37 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് വെച്ച് ഒന്ന് ഡ്രൈ ചെയ്തെടുത്തു. ദെൻ അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പല ഡയലൂഷനിൽ വെച്ചിരിക്കുന്ന ഡിസിൻഫെക്റ്റൻറ്റിൽ ഒരു 30 മിനിറ്റ്സ് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഡിസിൻഫെക്റ്റൻറ്റിൽ നിന്നും അത് മാറ്റിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു സർഫസ് കൊണ്ട് നമ്മുടെ ആ ഒരു കൾച്ചർ മീഡിയം ഉണ്ടല്ലോ, ആ മീഡിയത്തിനകത്തേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ എന്നിട്ട് അത് 48 അവേഴ്സ് നമ്മൾ ഇൻക്യുബേഷന് വയ്ക്കും. എന്നിട്ട് അതിനകത്തുണ്ടായ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതായത് ആ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിൻ്റെ ഇത് വെച്ച് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ആ ഒരു മെത്തേഡ്. ആ കുഞ്ഞ് സിലിണ്ടർ കണ്ടോ, ചെറിയ കുഞ്ഞ് സിലിണ്ടറാണ്. അത് മുക്കിയെടുത്ത് ഈ മീഡിയയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യും. ദെൻ അതിനകത്ത് മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ, ഡിസിൻഫെക്റ്റൻറ്റ് പ്രോപ്പർ ആയിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ഡിസിൻഫെക്റ്റൻറ്റ് എഫക്റ്റീവ് അല്ല എങ്കിൽ ആ മൈക്രോ ഓർഗാനിസം അവിടെ ഗ്രോ ചെയ്തില്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റ് എന്നാണ്, നല്ല ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് സസ്പെൻഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ സസ്പെൻഷൻ ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സാമ്പിൾ ഓഫ് ദി ബാക്ടീരിയൽ കൾച്ചർ ഈ സസ്പെൻഡഡ് ഇൻ ടു ദ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ. അതായത് ഒരു ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ സൊല്യൂഷനുണ്ട്. ആ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷനകത്തേക്ക് നമുക്ക് എടുക്കേണ്ട ഒരു ബാക്ടീരിയൽ കൾച്ചറിൻ്റെ സാമ്പിൾ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ആഫ്റ്റർ എക്സ്പോഷർ ഇറ്റ് ഈസ് വെരിഫൈഡ് ബൈ സബ് കൾച്ചർ വെദർ ദിസ് ഇനോക്കുലർ ഈസ് കിൽഡ് ഓർ നോട്ട്. എന്നിട്ട് അതെന്ത് ചെയ്യും,
അതായത് ഒരു ബാക്ടീരിയൽ കൾച്ചർ എടുക്കുക. ആ ബാക്ടീരിയൽ കൾച്ചറിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ എന്ത് ചെയ്തു, ഈ ഓർഗാനിസത്തിനെ എടുത്ത് ഞാൻ സബ് കൾച്ചർ ചെയ്ത് നോക്കുമ്പം അത് ചത്തുപോയിട്ടുണ്ടെങ്കിൽ അത് ഗ്രോ ചെയ്യുമോ? ഇല്ല, അത് ഗ്രോ ചെയ്യത്തില്ല. ദെൻ ഗ്രോ ചെയ്തെങ്കിൽ ആ ഡിസിൻഫെക്റ്റൻറ്റ് അതിനെ കൊല്ലാനായിട്ട് നമുക്ക് യൂസ്ഫുൾ അല്ല എന്ന് മനസ്സിലാക്കും. അതിൽ തന്നെ ക്വാളിറ്റേറ്റീവ് സസ്പെൻഷൻ ടെസ്റ്റും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് സസ്പെൻഷൻ ടെസ്റ്റും ഉണ്ട്. ക്വാളിറ്റേറ്റീവ് സസ്പെൻഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് ഫുൾ ഓഫ് ബാക്ടീരിയൽ സസ്പെൻഷൻ നമ്മൾ ഡിസിൻഫെക്റ്റൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുത്തുന്നു. ദെൻ ആ ലൂപ്പ് ഫുൾ ഓഫ് മിക്സ്ചർ എന്ത് ചെയ്യുന്നു, നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കുന്നു, ഓർഗാനിസം സർവൈവ് ചെയ്യുമോ എന്നുള്ളത്. എന്നിട്ട് അത് ഗ്രോ ആയോ നോ ഗ്രോത്ത് ആണോ എന്ന് റിസൾട്ട് പറയും. ഇനി ക്വാണ്ടിറ്റേറ്റീവ് സസ്പെൻഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ ഓഫ് സർവൈവിങ് ഓർഗാനിസം ബി ഈസ് കൗണ്ടഡ് ആൻഡ് കമ്പയർഡ് ടു ദ ഒറിജിനൽ ഇനോക്കുലം സൈസ്. ആ ഇക്വേഷനാണ് മൈക്രോബിയൽ എഫക്റ്റ് ഈസ് ഈക്വൽ ടു log A - log B എന്നൊക്കെ പറയുന്നൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് സസ്പെൻഷൻ്റേത് നമ്മൾ കണ്ടുപിടിക്കുന്നത്.